ഇന്ന് ഹൂ നോൺ മീ ബെറ്ററിന്റെ പാർട്ട് 2 ആണ്. ബേബിയുടെ കേട്ടോ, ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, മൈ ഫേവറേറ്റ് ഫ്ലവർ. അങ്ങനെ ഫ്ലവർ ഉണ്ടോ? ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, എന്നാലും എന്റെ ഫേവറേറ്റ് നിങ്ങൾ കണ്ടറിയണ്ടല്ലേ. ഓള് എസ്തെറ്റിക് ലവർ ആണ്. ഞാൻ എസ്തെറ്റിക്സിനെ പറ്റിയ ഫ്ലവർ കണ്ടുപിടിക്കണം. ക്ലൂസ് ഒന്നും തരുന്നത് കഠിനമായി. ഐ തിങ്ക് ഓള് എസ്തെറ്റിക്സിന്റെ ഒരു ലവർ ആണ്. സോ അല്ല, ഞാൻ എന്റെ മാക്സിമം സിമ്പിൾ ആക്കാൻ നോക്കി. ഭയങ്കര ടഫായിട്ട് ചെയ്യാനുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഓളൊരു എസ്തെറ്റിക് ലവർ ആണ്. സോ ഞാൻ എസ്തെറ്റിക് ഫ്ലവർ ആണ് ഞാൻ എഴുതിക്കുന്നത്. എഴുതി പെട്ടെന്ന് എഴുതി. തുലിപ്പ്. ഞാൻ അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് മാത്രം. 10 പോയിന്റ് കിട്ടിട്ടില്ലല്ലോ. ഞാൻ റോസ് ഏതാണെന്ന് വിചാരിച്ചു. പിന്നെ എസ്തെറ്റിക് മൈ ഫേവറേറ്റ് ഹോബി. ഞാൻ കണ്ടിട്ടില്ല, സത്യം കണ്ടിട്ടില്ല. മൈ ഫേവറേറ്റ് ഹോബി. തിന്നില്ല. അത് എന്റെ ഒരു ഹോബി ഓൾറെഡി ഹോബിയൊക്കെയായിരുന്നു. ഞാൻ കരുതിയിട്ട് ആ ഹോബി ഞാൻ എഴുതുന്നുണ്ട്. എനിക്കറിയില്ല. ബേബി ഭയങ്കര ടഫാക്കി എന്റെ ഒക്കെ സിമ്പിളാണ്. ഡ്രോയിങ് അല്ല, ജേർണലിംഗ്. ജേർണലിംഗ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഡ്രോയിങ് ആയി. കാരണം ഇപ്പൊ അങ്ങനെയൊക്കെ പറയാം. ആരെ മാർക്ക് വേണം? ആയിക്കോട്ടെ. ആരോ മാർക്ക്. നെക്സ്റ്റ്, എനിക്ക് ജേർണലിംഗ് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ആരെ പൊടിക്ക് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഡ്രോയിങ് ആണെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. തിന്നും ഗൈസ്, ഇവിടെ ഒക്കെ തിന്നും. ഞാൻ ഒക്കെ തിന്നും, പക്ഷെ എനിക്ക് ഒന്നും ഫേവറേറ്റ് കേട്ടോ. ഞാൻ തിന്നൊന്നും എഴുതിക്കുന്നു. നോക്കട്ടെ. ഗാലക്സി. ഞാൻ ഒരു മാർക്ക്. പിന്നെ സോറി, നമുക്ക് ഒരേ മാർക്കിലാട്ടോ പോണ്. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മൂവി, അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പുള്ള മൂവി. ഹൊറർ. ഓൾക്ക് ഹൊററേ ഇഷ്ടമല്ല എന്നാണ് എന്റെ ഒരു നിഗമനം. ഞാൻ എഴുതി. അറിയൂലാത്തോണ്ട് ഞാൻ ഇതായി. സർവൈവല്. കോമഡി അല്ല, സർവൈവല്. എനിക്ക് കോമഡി ചാളാക്കണ മാതിരി കോമഡി ആക്കണ മാതിരി തോന്നും. എനിക്ക് അത്ര കോമഡി ഇഷ്ടമല്ല. അല്ല, നമുക്ക് മൂന്നാൾക്ക് കോമഡി ഇഷ്ടമല്ല. ഹൊറർ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. ഹൊറർ ഓൾക്ക് പേടിയാണ്. ആയിക്കോട്ടെ. ഒരു ലോഗൊക്കെ കാണുമ്പോൾ മാറി മാറി ഇരിക്കുന്നു. സർവൈവൽ. ഓക്കെ. മൈ ഫേവറേറ്റ് ഗെയിം. ടൈപ്പ് മതിയോ? ഫേവറേറ്റ് ഗെയിം ടൈപ്പോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞ, എനിക്ക് മിഡിവൽ ഇഷ്ടപ്പെട്ടത് എന്റെ ഫേവറേറ്റ് ഞാൻ പറഞ്ഞു. നമ്മൾ കളിച്ചോക്കണോ? അങ്ങനൊന്നും ഞാൻ ഒരു ക്ലൂവും തരൂല. അല്ല, കളിച്ചോ. അപ്പൊ മനസ്സിലാക്കിക്കൂടെ? കഴിഞ്ഞോ? ഞാൻ എഴുതിക്കണക്ക് മനസ്സിലാക്കി. നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ഗെയിം ഉണ്ടാവില്ല. ഞാൻ ഡ്രസ്സപ്പ് ഗെയിംസ്. അപ്പൊ എനിക്ക് മാർക്കുണ്ട്. ഒരു മേക്കപ്പ്. ഞാൻ ടെലിപ്പതി എഴുതി. സോറി ട്ടോ. ടെലിപ്പതിയോ? അപ്പൊ മാർക്കില്ലല്ലോ. അടുത്ത് മാർക്കില്ല. എപ്പോഴും നമ്മൾ സെയിം ആണ്. മൈ ഫേവറേറ്റ്, ഞാൻ പറയട്ടെ, നിങ്ങൾ അടിക്കൊന്നും വേണ്ട. മൈ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്. കാർട്ടൂണ് കാണാറില്ലല്ലോ. എനിക്ക് നല്ല കാർട്ടൂണില് ക്യാരക്ടേഴ്സ് എനിക്കൊരു ഇവിടെ പണ്ട് പറഞ്ഞൊരു ക്യാരക്ടറിനൊക്കെ ഓർമ്മയുണ്ട്. ആ ക്യാരക്ടർ അല്ല, ഇത് ഇവിടുന്ന് ഓള് പറയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാർട്ടൂണ്. അതിൽ ആ ക്യാരക്ടറിന് അത് ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓള് പറഞ്ഞത്. ഈ ചെറുപ്പത്തിൽ പറഞ്ഞു. വേറെ അറിയില്ല. ഓള് കാണുന്ന വേറെ കാർട്ടൂൺ നമുക്ക് അറിയാം. നല്ലപോലെ വൃത്തിക്ക് വരക്കാൻ വെക്കും. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് കണ്ടീന്ന്. അതോള് പറഞ്ഞു. അത് ഞങ്ങളോട് പറയും ചെയ്തു. അതന്നെയാണ് ഇതെന്ന് ഞാൻ എന്റെ വിശ്വാസം. ഏതിയോ? മൈ ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? എന്നോട് പറഞ്ഞിട്ടുള്ളത് അതന്നെ. എനിക്ക് സംശയം നിങ്ങൾ കണ്ടിക്കണോ? ഇല്ലല്ല, കണ്ടിട്ടില്ല. ഇതെന്താ ചിത്രം? മിസ്റ്റർ ബീസ്റ്റ് ആണ് കേട്ടോ.
അപ്പൊ മിസ്റ്റർ ബീസ്റ്റ് എന്റെ നമുക്ക് രണ്ടാൾക്കും ഇപ്പൊ സെയിം ആൾക്കാടി 1 2 3 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരേ മാർക്ക് 5 വര 5 വരെ അര മാർക്കിന് ജാനലിന് മാർക്ക് നമുക്ക് രണ്ടുപേർക്കും 5.5 മാർക്കാണ്. പിന്നെ കുറച്ച് പഠിക്കാനുള്ള ധാരണ സല്ലു 5.5 ഉള്ളൂ. മാർക്കിന്റെ വ്യത്യാസം കഴിഞ്ഞില്ലേ കഴിഞ്ഞു. അപ്പൊ ഇനി നെക്സ്റ്റ് പാർട്ട് ഇല്ലാതാക്കാരെങ്കിൽ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.